അടിപൊളി രുചിയിൽ തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുക്കുന്ന മത്തി ഫ്രൈഡ് റെസിപ്പി കണ്ടാലോ? അതിനുവേണ്ടി കഴുകി വൃത്തിയാക്കിയ മത്തി എടുക്കുക. ഇനി ഫ്രൈക്ക് വേണ്ടിയുള്ള മസാല ഉണ്ടാക്കാം. ആദ്യം 2 പച്ചമുളക്, ചെറിയ ഉള്ളി, 4 അല്ലി വെളുത്തുള്ളി, ഉലുവ പൊടിച്ചത്, 2 വറ്റൽമുളക്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായി അരച്ചെടുക്കാം. അരച്ചെടുത്ത് ഈ മസാലക്കൂട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിൽ മെയിനായി വേണ്ടത് തേങ്ങാപ്പാൽ. അത് കുറേശ്ശെ ഈ മസാലയിൽ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് കഴുകി മാറ്റി വെച്ച മത്തിയും കൂടെ ചേർത്ത് നന്നായി ഈ മസാല മീനിൽ പറ്റിപ്പിടിക്കുന്ന രീതിയിൽ ഇളക്കിയെടുത്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ആവശ്യത്തിന് വീത്തിയിട്ട് ഈ മീനെല്ലാം നമുക്കൊന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. മത്തിയുടെ 2 സൈഡ് നമുക്ക് പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി തിരിച്ച് മറിച്ചിട്ട് നന്നായി പൊരിച്ചെടുക്കുക. ഇതിലിനി മെയിനായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ചേർത്ത് നന്നായി ഈ മീനിനെ തേങ്ങാപ്പാലിൽ കിടന്ന് വറ്റിച്ചെടുക്കുക. അങ്ങനെ നന്നായി തേങ്ങാപ്പാലിൽ കിടന്ന് മീൻ വറ്റി വന്നിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റി തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്ത മത്തി ഫ്രൈഡ് റെസിപ്പിയാണ്. താങ്ക് യു.